ഹെൽത്ത് കെയർ മേഖലയിൽ ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് അല്ലെങ്കിൽ നേഴ്സിംഗ് അസിസ്റ്റന്റ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആരാണ് ഒരു GDA അല്ലെങ്കിൽ ഒരു നേഴ്സിംഗ് അസിസ്റ്റന്റ്? ഇന്ത്യയിലും ഗൾഫ് രാജ്യങ്ങളിലും യൂറോപ്യൻ കൺട്രീസിലും ഇന്ന് ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത് കൃത്യമായ ട്രെയിനിങ്ങും വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻസും ലഭിച്ചിട്ടുള്ള നേഴ്സിംഗ് അസിസ്റ്റന്റുമാർക്കാണ്. ഹോസ്പിറ്റലുകൾ, കെയർ ഹോമുകൾ, ഹോം ഹെൽത്ത് സെന്ററുകൾ, ക്ലിനിക്കുകൾ തുടങ്ങിയ ഇടങ്ങളിൽ ഒരു ഡോക്ടറിന്റെയോ നേഴ്സിന്റെയോ മേൽനോട്ടത്തിൽ രോഗികളെ പരിചരിക്കുന്നതിനും നേഴ്സസിന്റെ ജോലി എളുപ്പമാക്കുന്നതിനും സഹായിക്കുന്ന നേഴ്സിംഗ് അസിസ്റ്റന്റുമാരെയാണ് GDA എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നേഴ്സിംഗ് സ്റ്റാഫിന് സപ്പോർട്ടീവായി നിന്നുകൊണ്ട് രോഗികൾക്ക് കൃത്യമായി മരുന്നുകൾ നൽകുന്നതിനും അവരുടെ ഭക്ഷണം, ആംബുലേഷൻ, വ്യായാമം, ഫിസിക്കൽ തെറാപ്പി തുടങ്ങിയവയിൽ സഹായിക്കുന്നതിനും ബേസിക് വൈറ്റൽസ് ആയ ബോഡി ടെമ്പറേച്ചർ, റെസ്പിറേഷൻ റേറ്റ്, പൾസ് റേറ്റ്, ഷുഗർ, BP തുടങ്ങിയവ ചെക്ക് ചെയ്യുന്നതിനും രോഗിയുടെ സുരക്ഷയും ശുചിത്വവും പരിപാലിക്കുകയും അവർക്ക് മാനസികവും വൈകാരികവുമായ പിന്തുണ നൽകുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു GDA സ്റ്റാഫിന്റെ കർത്തവ്യം. രോഗി പരിചരണത്തിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തേണ്ടതിനാൽ നേഴ്സിംഗിന്റെ ബാലപാഠങ്ങൾ പഠിച്ച് ട്രെയിനിങ് ലഭിച്ച ഒരാൾക്ക് മാത്രമേ ഈ പ്രൊഫഷനിൽ ശോഭിക്കാനാകൂ.